നമസ്കാരം. ഹൈറേഞ്ച് വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. HCN പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പ്യൂമ, വുഡ്ലൻഡ്, നൈക്ക്, ലീ കൂപ്പർ, അഡിദാസ്, ഫില, ബ്രാവോ, ഡോക്കന്മാർ, സ്പാർക്സ്, ബാറ്റ തുടങ്ങിയ ലോകോത്തര കമ്പനികളുടെ ചെരുപ്പുകൾ, ഷൂസുകൾ, പ്രമുഖ കമ്പനികളുടെ ബാഗുകൾ, ട്രോളികൾ. ഗ്രൗണ്ട് ബൂട്ട്സ് നിയർ പോലീസ് സ്റ്റേഷൻ, SN ബിൽഡിംഗ്, കട്ടപ്പന. കട്ടപ്പന ടൗണിലെ വേസ്റ്റ് ബിന്നുകൾ നഗരസഭ എടുത്തുമാറ്റി. വഴിയോരങ്ങളിൽ മാലിന്യം നിറയുന്നു. പൊതുസ്ഥലങ്ങളിൽ മാലിന്യം തള്ളുന്നവർക്കെതിരെ കർശന നടപടിയെന്ന് നഗരസഭ. ആനയിറങ്കൽ മേഖലയിൽ കുങ്കിയാനകൾ പണി തുടങ്ങി. ശങ്കരപാണ്ഡിമേട്ടിൽ ഭീതി പരത്തിയ കാട്ടാനക്കൂട്ടത്തെ കുങ്കിയാനകൾ തുരത്തി ഓടിച്ചു. ഉപ്പുതറ കണ്ണമ്പടി നിവാസികളുടെ യാത്രാ ദുരിതത്തിന് പരിഹാരമായില്ല. കണ്ണമ്പടി കുടിയിലെ ആദിവാസികൾ യാത്ര ചെയ്യുന്നത് ദുർഘടപാതയിലൂടെ. കൊട്ടാരക്കര ദിണ്ടുകൽ ദേശീയപാതയിൽ കുമളി അതിർത്തിയിലെ ചെക്ക് പോസ്റ്റിന്റെ പ്രവർത്തനം എക്സൈസ് വകുപ്പ് ഏറ്റെടുത്തു. നടപടി ജില്ലാ കളക്ടറുടെ ഉത്തരവിനെ തുടർന്ന്. വാർത്തകൾ വിശദമായി. കട്ടപ്പന ടൗണിലെ വേസ്റ്റ് ബിന്നുകൾ നഗരസഭ എടുത്തുമാറ്റി. മാലിന്യം നിക്ഷേപിക്കാൻ മാർഗമില്ലാതായതോടെ ജനങ്ങൾ ഇപ്പോൾ മാലിന്യം പൊതുവഴിയിൽ വലിച്ചെറിയുകയാണ്. കട്ടപ്പന ടൗണിലെയും പരിസരങ്ങളിലെയും വേസ്റ്റ് ബിന്നുകളാണ് നഗരസഭ നീക്കം ചെയ്തത്. ഇതോടെ പ്ലാസ്റ്റിക് കവറുകളാക്കി മാലിന്യം റോഡ് സൈഡുകളിൽ ഇപ്പോൾ ഉപേക്ഷിക്കുകയാണ്. ഭക്ഷണാവശിഷ്ടങ്ങൾ ഉൾപ്പെടെ കവറുകളിലാക്കി തള്ളുന്നതോടെ ഇവ തെരുവ് നായ്ക്കളും മറ്റും വലിച്ചിഴച്ച് റോഡിൽ നിൽക്കുന്നതിനും കാരണമാകുന്നുണ്ട്. പുതിയൊരു സംവിധാനം വരാൻ പോകുന്നു. പക്ഷേ മറ്റൊരു സംവിധാനം പുനഃസ്ഥാപിക്കുന്നതിന് തൊട്ട് മുമ്പായി തന്നെ നിലവിൽ മാലിന്യം നിക്ഷേപിക്കേണ്ട ബോക്സുകളും എടുത്തു മാറ്റി കട്ടപ്പന പഞ്ചായത്തിനകത്ത്, കട്ടപ്പന ടൗണിനകത്ത് മാലിന്യങ്ങളുടെ വലിയൊരു കൂമ്പാരം, അത് നിലവിലെ ഇപ്പം നമ്മുടെ പോലീസ് സ്റ്റേഷന്റെ തൊട്ടടുത്തും ഇടുക്കി കവലയിലും ഉൾപ്പെടെയുള്ള കട്ടപ്പന ടൗണിനകത്ത് ഒരു മാലിന്യ കൂമ്പാരമാക്കി മാറ്റുന്ന ഒരു തരത്തിലേക്കാണ് നഗരസഭയുടെ ഈ പുതിയ പ്രവർത്തനങ്ങൾ കൊണ്ട് ഈ മാലിന്യ ബോക്സുകൾ എടുത്ത് മാറ്റുന്നത് കൊണ്ടുണ്ടാവുന്നത്. അതുകൊണ്ട് അടിയന്തരമായി മുനിസിപ്പാലിറ്റി ഇതിനകത്ത് പുതിയൊരു സംവിധാനം ഏർപ്പെടുത്തുന്നത് വരെ അടിയന്തരമായി ഇത് പരിഹരിക്കുന്നതിനാവശ്യമായ ഈ മാലിന്യങ്ങൾ കട്ടപ്പന ടൗണിൽ നിന്ന് മാറ്റുന്നതിനാവശ്യമായ അടിയന്തരമായ നടപടി മുനിസിപ്പാലിറ്റി ഭാഗത്ത് ഉണ്ടാവണമെന്നാണ് നാട്ടുകാർക്ക് പറയാനുള്ളത്. യാതൊരു മുന്നറിയിപ്പും നൽകാതെയാണ് നഗരസഭ വേസ്റ്റ് ബിന്നുകൾ നീക്കം ചെയ്തത്. ഇത് വ്യാപാരികളെയും ടൗണുകളിലെ താമസക്കാരെയും ബുദ്ധിമുട്ടിലാക്കി. പൊതുസ്ഥലങ്ങളിൽ മാലിന്യം തള്ളുന്ന ശിക്ഷാർഹമാണെന്ന് പറയുമ്പോഴും ഇവ എങ്ങനെ ഉന്മൂലനം ചെയ്യുമെന്ന് നഗരസഭ പറയുന്നില്ല. ഒരു ദിവസം മാലിന്യ നീക്കം നിലച്ചാൽ കട്ടപ്പന ടൗൺ ദുർഗന്ധപൂരിതമാകും. മഴക്കാല രോഗങ്ങൾക്കെതിരെ ശക്തമായ നടപടികളുമായി നഗരസഭ മുന്നോട്ട് നീങ്ങുമ്പോൾ മുന്നറിയിപ്പുകൾ നൽകാതെയുള്ള വേസ്റ്റ് ബിന്നു നീക്കത്തിനെതിരെ വരും ദിവസങ്ങളിൽ പ്രതിഷേധങ്ങളും ശക്തമാകും. സമീപ പഞ്ചായത്തുകളിൽ നിന്നും രാത്രിയുടെ മറവിൽ കട്ടപ്പന ടൗണിൽ മാലിന്യം തള്ളുന്നത് പതിവായിരിക്കുകയാണെന്ന് നഗരസഭാ ചെയർമാൻ ജോണി കുളമ്പള്ളി. മാലിന്യ സംസ്കരണം ഓരോരുത്തരുടെയും കടമയാണ്. പൊതുസ്ഥലങ്ങളിൽ മാലിന്യം തള്ളുന്നവർക്കെതിരെ ശക്തമായ നിയമ നടപടി സ്വീകരിക്കുമെന്നും ജോണി കുളമ്പള്ളി പറഞ്ഞു. ഇതൊരു ചിന്താഗതിക്കുള്ളൊരു കുഴപ്പമാണ്. മനുഷ്യന്റെ ചിന്താഗതി എന്ന് പറയുന്നത് മുനിസിപ്പാലിറ്റി വേസ്റ്റ് എടുക്കാൻ വേണ്ടി മാത്രം പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമാണെന്നൊരു ധാരണ പലർക്കുണ്ട്. അതൊരിക്കലും നമുക്ക് അംഗീകരിക്കാൻ പറ്റുന്ന കാര്യമല്ല. പ്രത്യേകിച്ച് നമുക്ക് ഈ വേസ്റ്റ് നമ്മൾ കളക്ട് ചെയ്തെടുക്കുമ്പോഴുള്ള കുഴപ്പം, ഇതുകൊണ്ട് വേസ്റ്റ് ഡംപ് ചെയ്യുന്ന സ്ഥലത്ത് അവിടുത്തെ പാരിസ്ഥിതിക പ്രശ്നങ്ങൾ, അതുപോലെ അവിടുത്തെ ജനങ്ങളുടെ ബുദ്ധിമുട്ടുകൾ, ഇതെല്ലാം നമ്മൾ പരിഗണിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് നമുക്ക് ഘട്ടം ഘട്ടമായി ഇത് കുറച്ച് കൊണ്ടുവരിക എന്നതാണ് നമ്മുടെ മുനിസിപ്പാലിറ്റിയുടെ ലക്ഷ്യം. മുനിസിപ്പാലിറ്റിയുടെ എവിടെയും വേസ്റ്റ് ബിൻ ഉണ്ടെങ്കിൽ അങ്ങോട്ട് കൊണ്ടുപോയി ഇടുക എന്ന് പറയുന്നത് ഒരു പ്രവണതയായി മാറുകയാണ്. അതുകൊണ്ട് നമുക്ക് നിയന്ത്രിച്ചാൽ മതിയാവും. മാത്രമല്ല, നമുക്കറിയാം മറ്റ് സ്ഥലത്തു നിന്ന് വരുന്ന വേസ്റ്റാണ് ഇപ്പം മുഖ്യ പ്രശ്നം. അതൊക്കെ യാതൊരു നിയന്ത്രണവും ഇല്ലാത്ത നിലയിൽ കൊണ്ടുപോയി നിക്ഷേപിക്കുന്ന രീതി വലിയ അപകടം ഉണ്ടാക്കുന്നുണ്ട്. അതുകൊണ്ട് നമ്മളിപ്പോൾ ക്യാമറ വയ്ക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. ക്യാമറ വെച്ച് ആരാണ് വേസ്റ്റ് നിക്ഷേപിക്കുന്നത് അവരുടെ പേരിലുള്ള പിഴ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടപടി സ്വീകരിച്ചാൽ തീർച്ചയായിട്ടും ഇത് കുറയ്ക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ആനയിറങ്കൽ ശങ്കരപാണ്ഡിമേട്ടിൽ വിലസി നടന്ന കാട്ടാനക്കൂട്ടത്തെ കുങ്കിയാനകൾ തുരത്തി ഓടിച്ചു. 50 ദിവസത്തിലധികമായി മുട്ടുകാട്, കൊങ്ങിണി സിറ്റി മേഖലകളിൽ നാശം വിതച്ച കാട്ടാനക്കൂട്ടത്തെയാണ് കുങ്കിയാനകൾ തുരത്തി ഓടിച്ചത്. ശങ്കരപാണ്ഡിമേട്ടിൽ വിലസി നടന്ന 5 അംഗ കാട്ടാനക്കൂട്ടത്തെ കുങ്കിയാനകളുടെ സഹായത്തോടെ മതികെട്ടാൻ ചോല വനത്തിലേക്ക് തുരത്തി ഓടിച്ചു. 50 ദിവസത്തിലധികം മുട്ടുകാട്, കൊങ്ങിണി സിറ്റി മേഖലയിൽ കറങ്ങി നടന്ന ഒരു കുട്ടിയും ഒരു മോഴയും ഉൾപ്പെടുന്ന 5 അംഗ സംഘത്തെയാണ് വനം വകുപ്പ് വാച്ചർമാർ ഇന്ന് ശങ്കരപാണ്ഡിമേട്ടിൽ കണ്ടെത്തിയത്. വിവരമറിയിച്ചതിനെ തുടർന്ന് കുങ്കിയാനകളായ കലീം, വെങ്കടേഷ്, വയനാട്ടിൽ നിന്നെത്തിയ എലഫന്റ് സ്ക്വാഡിലെ അംഗങ്ങൾ, വനം വകുപ്പ് ഉദ്യോഗസ്ഥർ എന്നിവരുൾപ്പെടുന്ന സംഘം ശങ്കരപാണ്ഡിമേട്ടിലെത്തി. കാട്ടാനക്കൂട്ടത്തെ ഭയപ്പെടുത്തി ആനയിറങ്കലിലെത്തിച്ചു. ചിഹ്നം വിളിച്ച് കാട്ടാനക്കൂട്ടത്തിന് പിന്നാലെ കലീമും വെങ്കടേഷും പാഞ്ഞെടുത്തതോടെ ഗത്യന്തരമില്ലാതെ ഇവ 7 കിലോമീറ്ററിലധികം തേയിലത്തോട്ടത്തിലൂടെയും ഏലക്കാടുകളിലൂടെയും ഓടി ആനയിറങ്കലിലെത്തി. ആനയിറങ്കൽ ജലാശയത്തിന്റെ ഒരു ഭാഗത്ത് വന്നു നിന്നെങ്കിലും കുങ്കിയാനകളും വനംവകുപ്പ് ഉദ്യോഗസ്ഥരും പിന്നാലെ എത്തിയതോടെ കാട്ടാനക്കൂട്ടം ജലാശയത്തിലിറങ്ങി മറുഭാഗത്തെ വനത്തിലെത്തി. കുങ്കിയാനകളും ഇവിടേക്ക് വന്നതോടെ ഇവ മതികെട്ടാൻചോല വനമേഖലയിലേക്ക് കയറിപ്പോയി. കുങ്കിയാനകൾക്കൊപ്പം പാപ്പാന്മാരുൾപ്പെടെ 12 അംഗ സംഘവും വയനാട്ടിൽ നിന്നുമെത്തിയ 14 അംഗ എലഫന്റ് സ്ക്വാഡ് അംഗങ്ങളും മൂന്നാർ DFO നരേന്ദ്രബാബു, ദേവികുളം റേഞ്ച് ഓഫീസർ നിബു കിരൺ, ചിനക്കനാൽ സെക്ഷൻ ഫോറസ്റ്റ് ഓഫീസർ PK ഗോപാലകൃഷ്ണൻ നായർ എന്നിവരുടെ നേതൃത്വത്തിൽ
വനം വകുപ്പ് ഉദ്യോഗസ്ഥരും കാട്ടാനകളെ തുരത്തുന്നതിന് നേതൃത്വം നൽകി. തമിഴ്നാട്, കർണാടക, ആന്ധ്രാപ്രദേശ് സംസ്ഥാനങ്ങളിലായി 48 തവണ കൊലകൊമ്പന്മാരായ കാട്ടാനകളെ വനത്തിലേക്ക് തുരുത്തിയ വിജയചരിത്രമാണ് കുങ്കിയാനകളുടെ നേതാവായ കലീമിനുള്ളത്. ജനവാസ മേഖലയിലേക്ക് ഇറങ്ങി നാശമുണ്ടാക്കുന്ന കാട്ടാനകളെ വനത്തിലേക്ക് തുരത്തുന്നതിൽ കലീമിന്റെ അത്ര വൈദഗ്ധ്യം വെങ്കടേഷിനില്ല. മതമിളകിയ നാട്ടാനകളെ കീഴ്പ്പെടുത്തി ബന്ധനസ്ഥനാക്കുന്നതും പിടികൂടുന്ന കാട്ടാനകളെ ചട്ടം പഠിപ്പിക്കുകയുമായിരുന്നു വെങ്കടേഷിന്റെ പ്രധാന ജോലി. ഇപ്പോൾ വെങ്കടേഷ് കലീമിന്റെ സഹായിയായി കൂടി. തമിഴ്നാട്ടുകാരായ നാലംഗ പാപ്പാൻ സംഘമാണ് കുങ്കിയാനകളോടൊപ്പം കേരളത്തിലെത്തിയിരിക്കുന്നത്. ആർ മണി, എസ് മഹാകാളി എന്നിവരാണ് കലീമിന്റെ പാപ്പാന്മാർ. സി ചെല്ലത്തുറ, എൻ പ്രസാദ് എന്നിവരാണ് വെങ്കടേഷിനെ നയിക്കുന്നത്. കുങ്കിയാനകൾക്ക് ഭക്ഷണമൊരുക്കുന്നതിനും സഹായിക്കുന്നതിനും വേണ്ടി 8 അംഗങ്ങൾ കൂടിയുണ്ട് സംഘത്തിൽ. തമിഴ്നാട് വനം വകുപ്പിന്റെ വെറ്ററിനറി സർജൻമാരായ മനോഹരൻ, അബ്ദുൾ ഫത്ത എന്നിവരും സർവ്വസന്നാഹങ്ങളുമായി കൂടെയുണ്ട്. റാഗി പുഴുങ്ങിയതും വെള്ളയരി ചോറുമാണ് കുങ്കിയാനകളുടെ ഭക്ഷണം. തമിഴ്നാട്ടിൽ നിന്ന് വ്യത്യസ്തമായി പനമ്പട്ടയാണ് കേരളത്തിലെത്തിയപ്പോൾ നൽകിയ പ്രധാന ഭക്ഷണം. കൊട്ടാരക്കര ദിണ്ടുക്കൽ ദേശീയപാതയിൽ കുമളി അതിർത്തിയിലെ ചെക്ക് പോസ്റ്റിന്റെ പ്രവർത്തനം എക്സൈസ് വകുപ്പ് ഏറ്റെടുത്തു. ജില്ലാ കളക്ടറുടെ ഉത്തരവിനെ തുടർന്നാണ് നടപടി. GST നിലവിൽ വന്നതോടെ ജൂലൈ 1 മുതൽ ചെക്ക് പോസ്റ്റ് പ്രവർത്തിക്കുന്നത് വിൽപ്പന നികുതി വകുപ്പ് മരവിച്ചിരുന്നു. 1958 ഡിസംബർ 1-നാണ് കേരള തമിഴ്നാട് അതിർത്തിയിൽ വിൽപ്പന നികുതി വകുപ്പിന്റെ കീഴിൽ ചെക്ക് പോസ്റ്റിന്റെ പ്രവർത്തനം ആരംഭിച്ചത്. ഈ കെട്ടിടത്തിൽ തന്നെയാണ് വാഹന വകുപ്പിന്റെയും എക്സൈസിന്റെയും ഓഫീസുകൾ പ്രവർത്തിക്കുന്നതും. ഈ 3 ഓഫീസുകൾക്കും കൂടി ദേശീയപാതയ്ക്ക് കുറുകെ ഒരു ബാരിക്കേഡ് മാത്രമാണ് ഉണ്ടായിരുന്നത്. വിൽപ്പന നികുതി വകുപ്പാണ് ബാരിക്കേഡിന്റെ പ്രവർത്തനം നിയന്ത്രിച്ചിരുന്നതും. GST നിലവിൽ വന്നതോടെ സംസ്ഥാനത്തെ വാണിജ്യ നികുതി വകുപ്പിന്റെ എല്ലാ ബാരിക്കേഡുകളും നീക്കം ചെയ്യാൻ സർക്കാർ തീരുമാനിക്കുകയായിരുന്നു. ഇതുമൂലം വെട്ടിലായത് കുമളിയിലെ വാഹന എക്സൈസ് വകുപ്പ് ഉദ്യോഗസ്ഥരാണ്. സംസ്ഥാനത്ത് മറ്റ് സ്ഥലങ്ങളിൽ വിവിധ വകുപ്പുകൾക്ക് പ്രത്യേകം ബാരിക്കേഡുകൾ ഉണ്ടെങ്കിലും കുമളിയിൽ വാണിജ്യ നികുതി വകുപ്പ് സ്ഥാപിച്ച ബാരിക്കേഡിനെയാണ് മറ്റ് വകുപ്പുകൾ ആശ്രയിച്ചിരുന്നത്. എന്നാൽ ബാരിക്കേഡ് തുറന്നിട്ടതോടെ കഴിഞ്ഞ 3 ആഴ്ചയായി ഉദ്യോഗസ്ഥർക്ക് വാഹന പരിശോധന നടത്താൻ കഴിഞ്ഞിരുന്നില്ല. ഇതിനിടെ ബാരിക്കേഡുകളുടെ പ്രവർത്തനം ഏറ്റെടുത്ത് വാഹന പരിശോധന നടത്തണം എന്ന് കാണിച്ച് എക്സൈസ് എൻഫോഴ്സ്മെന്റ് കമ്മീഷണർ അതിർത്തി ചെക്ക് പോസ്റ്റുകൾക്ക് നിർദ്ദേശം നൽകിയിരുന്നു. ഇതേ തുടർന്ന് കുമളി എക്സൈസ് ഇൻസ്പെക്ടർ നിലവിലെ സാഹചര്യങ്ങൾ ചൂണ്ടിക്കാട്ടി ജില്ലാ കളക്ടർക്ക് റിപ്പോർട്ടും സമർപ്പിച്ചിരുന്നു. ഇതേ തുടർന്നാണ് കുമളി ചെക്ക് പോസ്റ്റിന്റെ പ്രവർത്തനം എക്സൈസ് വകുപ്പ് ഏറ്റെടുക്കാൻ ജില്ലാ കളക്ടർ ഉത്തരവിട്ടത്. ഇടുക്കി ജില്ലയിൽ ആദിവാസി തോട്ടം മേഖലകളിൽ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികളുടെ വിവാഹം വർദ്ധിക്കുന്നു. അടിമാലി പഞ്ചായത്തിലെ ചൂരക്കട്ടൻ ആദിവാസി കോളനിയിലെ 15-കാരിയുടെ വിവാഹം ഇടുക്കി ചൈൽഡ് ലൈൻ തടഞ്ഞു. ഇടുക്കി ചൈൽഡ് ലൈനിലെ ഓഫീസർ ഷംനാദിന് ലഭിച്ച രഹസ്യവിവരത്തെ തുടർന്ന് ഞായറാഴ്ച നടത്താനിരുന്ന വിവാഹമാണ് തടഞ്ഞത്. ഇതേ കോളനിയിലെ 26-കാരനായ യുവാവുമായിട്ടായിരുന്നു വിവാഹം നിശ്ചയിച്ചിരുന്നത്. ശൈശവ വിവാഹ നിരോധന ഓഫീസർ MU ജമീല, അംഗൻവാടി സൂപ്പർവൈസർ ഗ്രേസി കുര്യാക്കോസ്, അടിമാലി SI സന്തോഷ് സജീവ് എന്നിവരുടെ നേതൃത്വത്തിലെത്തിയ സംഘമാണ് വിവാഹം തടഞ്ഞത്. എന്നാൽ പെൺകുട്ടിക്ക് പ്രായപൂർത്തിയായെന്ന് ബന്ധുക്കൾ അവകാശപ്പെടുന്നു. ഇത് സംബന്ധിച്ച രേഖകൾ ഹാജരാക്കുന്നതിന് ബന്ധുക്കൾക്ക് നിർദ്ദേശം നൽകി. UDF സർക്കാർ അധികാരത്തിൽ വന്നപ്പോഴെല്ലാം പോലീസ് സഹകരണ സംഘത്തെ തകർക്കാനാണ് ശ്രമിച്ചിട്ടുള്ളതെന്ന് വൈദ്യുതി വകുപ്പ് മന്ത്രി M. മണി. പോലീസ് സഹകരണ സംഘം ജില്ലാ പ്രസിഡന്റ് KK ജോസിന് യാത്രയയപ്പ് നൽകുന്ന ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. UDF സർക്കാർ കേരളത്തിൽ എന്നൊക്കെ അധികാരത്തിൽ വന്നിട്ടുണ്ടോ അന്നെല്ലാം പോലീസ് സഹകരണ സംഘത്തെ തകർക്കാനാണ് ശ്രമിച്ചിട്ടുള്ളതെന്ന് M. മണി പറഞ്ഞു. അന്നെല്ലാം CPM ആണ് സഹകരണ സംഘത്തിന് സംരക്ഷണമൊരുക്കിയത്. ജില്ലയിലെ പോലീസുകാരെല്ലാം പരമയോഗ്യന്മാരാണെന്ന ധാരണ തനിക്കില്ലെന്നും M. മണി പറഞ്ഞു. ജില്ലയിലെ പോലീസുകാരെല്ലാം പരമയോഗ്യന്മാരാണെന്നുള്ള അഭിപ്രായമൊന്നും എനിക്കില്ല. അതും അറിയാം. ഇതെന്നെ എനിക്കറിയാം. ഞാൻ കഴിഞ്ഞ 32 വർഷമായിട്ട് 15 വർഷമായിട്ട് ഈ ചുറ്റുപാടിനൊക്കെയാണല്ലോ പ്രവർത്തിക്കുകയൊക്കെ ചെയ്തത്. അതുകൊണ്ട് എല്ലാം എനിക്കറിയാം. സഹകരണ സംഘത്തിന്റെ ഉപഹാരം മന്ത്രി M. മണി സഹകരണ സംഘം ജില്ലാ പ്രസിഡന്റ് KK ജോസിന് നൽകി. ജില്ലാ പോലീസ് മേധാവി KB വേണുഗോപാൽ മുഖ്യപ്രഭാഷണം നടത്തി. മുൻകാല ഭാരവാഹികളെയും അദ്ദേഹം ആദരിച്ചു. സമ്മേളനത്തിൽ ജോസഫ് കുര്യൻ അധ്യക്ഷനായിരുന്നു. കൺവീനർ KS ഔസേബ്, ഡിവൈഎസ്പിമാരായ NN പ്രസാദ്, S. അഭിലാഷ്, NC രാജ്മോഹൻ, AD മോഹൻദാസ്, S. നസറുദ്ദീൻ, R. ബിനു തുടങ്ങിയവർ സംസാരിച്ചു. ഉപ്പുതറ കണ്ണമ്പടി നിവാസികളുടെ യാത്രാ ദുരിതത്തിന് ഇനിയും പരിഹാരമായില്ല. കുണ്ടും കുഴിയും ചെളിയും നിറഞ്ഞ റോഡിലൂടെയാണ് കണ്ണമ്പടിയിലെ ആദിവാസികൾ യാത്ര ചെയ്യുന്നത്. കണ്ണമ്പടി നിവാസികളുടെ യാത്രാ ദുരിതത്തിന് പതിറ്റാണ്ടിന്റെ പഴക്കമുണ്ട്. റോഡ് കുണ്ടും കുഴിയും ചെളിയും നിറഞ്ഞു കിടക്കുകയാണ്. കാൽനട യാത്ര പോലും ദുഷ്കരമായി. കാലവർഷം ആരംഭിച്ചതോടെ റോഡിലെ വലിയ കുഴികളിലെല്ലാം ചെളിയും വെള്ളവും കെട്ടിക്കിടക്കുന്നതിനാൽ ഇതുവഴിയുള്ള യാത്ര ഏറെ ദുർഘടമായി കഴിഞ്ഞു. വലിയ കയറ്റവും ഇറക്കവും നിറഞ്ഞ കാനനപാതയ്ക്കാണ് ഈ ദുരവസ്ഥ. രോഗം ബാധിച്ചവരെ യഥാസമയം ആശുപത്രിയിൽ എത്തിക്കാൻ കഴിയാത്തതിനാൽ ഈ മേഖലയിൽ പലരും മരിച്ചിട്ടുണ്ട്.
ഒരു മാസം മുമ്പ് ഹൃദയാഘാതമുണ്ടായ ഏണിക്കാട്ട് പാപ്പച്ചനെ ആശുപത്രിയിൽ കൊണ്ടുപോകും വഴി മരിച്ചു. 8 കിലോമീറ്റർ ദൂരം ജീപ്പ് ഓടിയെത്തണമെങ്കിൽ 1.5 മണിക്കൂറിലധികം വേണം. കണ്ണമ്പടിയിലെത്തിയാലും മുല്ല, വന്മാവ്, കത്തിതേപ്പൻ എന്നിവിടങ്ങളിലേക്കുള്ള റോഡും ഗതാഗത യോഗ്യമല്ല. റോഡ് കിടക്കുന്നത് കുന്നും കുഴിയൊക്കെ ആയിട്ടാണ്. ഒരു ആശുപത്രി കേസ് കേട്ട് വന്നാൽ നമുക്ക് വേഗമൊന്നും എത്തിക്കാനൊന്നും പറ്റത്തില്ല. ഡ്രൈവർമാരാണ്, വേഗമൊന്നും എത്തിക്കാൻ പറ്റത്തില്ല. മരിച്ചാലും അവിടെ ചെല്ലത്തില്ല. ഇപ്പം എന്നെ ഈ ഒരു നിയമങ്ങൾ ഉണ്ടാക്കി റോഡൊന്ന് ശരിയാക്കി തന്നാൽ അത്ര നല്ലതായിരിക്കും. റോഡുകളിൽ വൻ കുഴികളാണ് രൂപപ്പെട്ടിരിക്കുന്നത്. കുഴിയിൽ വെള്ളം നിറഞ്ഞു കിടക്കുന്നതിനാൽ റോഡ് പരിചിതമല്ലാത്ത ബൈക്ക് യാത്രക്കാർ അപകടത്തിൽപ്പെടുന്നതും നിത്യസംഭവമാണ്. റോഡിന്റെ പുനരുദ്ധാരണത്തിന് ES ബിജിമോൾ MLA 5 കോടി രൂപ അനുവദിച്ചെങ്കിലും ഇനിയും പ്രാഥമിക നടപടികൾ പോലും പൂർത്തിയായിട്ടില്ല. അടിയന്തരമായി റോഡിന്റെ അറ്റകുറ്റപ്പണി നടത്തി റോഡ് ഗതാഗത യോഗ്യമാക്കണമെന്നാണ് ആദിവാസികളുടെ ആവശ്യം. കേന്ദ്ര സർക്കാരിന്റെ ജനദ്രോഹ നയങ്ങൾക്കെതിരെ CPIയുടെ നേതൃത്വത്തിൽ 26-ന് കട്ടപ്പന ഹെഡ് പോസ്റ്റ് ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തും. CPI ദേശീയ വ്യാപകമായി നടത്തുന്ന സമരങ്ങളുടെ ഭാഗമായാണ് പ്രതിഷേധം സംഘടിപ്പിക്കുന്നത്. കേന്ദ്രം ഭരിക്കുന്ന നരേന്ദ്രമോദി ഗവൺമെന്റ് ജനജീവിതം ദുരിതപൂർണമാക്കുകയാണ്. മനുഷ്യരെക്കാൾ പശുക്കൾക്ക് പ്രാധാന്യം കൊടുക്കുന്ന ഗവൺമെന്റിന്റെ തണലിൽ ഗോരക്ഷാ സേനകൾ അഴിഞ്ഞാടുകയാണ്. ഇതിനെതിരെ ഗ്രാമീണ ജനത ഒന്നടങ്കം പ്രക്ഷോഭത്തിന്റെ പാതയിലാണ്. തമിഴ്നാട്ടിലും മഹാരാഷ്ട്രയിലുമെന്നല്ല, രാജ്യത്താകമാനം വിവിധ സംസ്ഥാനങ്ങളിൽ കർഷക ജനത സമാനതകളില്ലാത്ത പോരാട്ടം നടത്തിവരികയാണ്. കേന്ദ്ര സർക്കാരിന്റെ ഇത്തരം ഫാസിസ്റ്റ് വിരുദ്ധ മതനിരപേക്ഷ നിലപാടുകൾക്കെതിരെ CPI ദേശീയ വ്യാപകമായി പ്രക്ഷോഭ സമരം സംഘടിപ്പിച്ചു വരികയാണ്. ഇതിന്റെ ഭാഗമായാണ് ഈ മാസം 26-ാം തീയതി കട്ടപ്പന ഹെഡ് പോസ്റ്റ് ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ചും ധർണയും നടത്തുന്നത്. ദേശീയ പ്രക്ഷോഭം എന്ന് പറയുന്നത് ഈ മാസം 22 മുതൽ 30 വരെയുള്ള ദിവസങ്ങളിൽ രാജ്യവ്യാപകമായി പ്രക്ഷോഭത്തിന്റെ ഭാഗമായി ജയിൽ നിറയ്ക്കൽ സമരം എന്നാണ് തീരുമാനിക്കപ്പെട്ടിട്ടുള്ളത്. കേരളത്തിൽ വ്യത്യസ്തമായ രീതിയിലാണ് തീരുമാനിക്കപ്പെട്ടിട്ടുള്ളത്. കേരളത്തിലെ പഞ്ചായത്ത് കേന്ദ്രങ്ങളിൽ സായാഹ്ന ധർണകളും പ്രതിഷേധ പ്രകടനങ്ങളും, അതിനുശേഷം 26 എന്ന് പറയുന്ന ബുധനാഴ്ച നമ്മുടെ സംസ്ഥാനത്തെ 14 ജില്ലകളിലെയും ജില്ലാ കേന്ദ്രങ്ങളിലേക്ക്, തെരഞ്ഞെടുക്കപ്പെടുന്ന ജില്ലാ കേന്ദ്രങ്ങളിലേക്ക് ബഹുജന മാർച്ചും ധർണയും കേന്ദ്ര ഗവൺമെന്റ് ഓഫീസിന് മുൻപിൽ നടത്തണമെന്നാണ് തീരുമാനിക്കപ്പെട്ടിട്ടുള്ളത്. CPI സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗങ്ങളായ CA കുര്യൻ, P പ്രസാദ്, CPI ഇടുക്കി ജില്ലാ സെക്രട്ടറി KK ശിവരാമൻ തുടങ്ങിയവർ പ്രതിഷേധ മാർച്ചിലും ധർണയിലും പങ്കെടുക്കുമെന്നും നേതാക്കൾ പറഞ്ഞു. വാർത്താസമ്മേളനത്തിൽ CPI കട്ടപ്പന മണ്ഡലം സെക്രട്ടറി VR ശശി, നേതാക്കളായ KN വാസു, TC കുര്യൻ, KN കുമാരൻ, രഘു കുന്നുംപുറം, ജോസ് കുര്യൻ, KS രാജൻ, ബാബു പൌലോസ് തുടങ്ങിയവർ പങ്കെടുത്തു. കട്ടപ്പന താലൂക്ക് ആശുപത്രി ഫ്രീസർ മോർച്ചറി നിർമ്മാണത്തിൽ അഴിമതി ആരോപണം ഉന്നയിക്കുന്നവർ തന്നെയാണ് താലൂക്ക് ആശുപത്രിയെ അട്ടിമറിക്കുന്നതെന്ന് നഗരസഭാ ചെയർമാൻ ജോണി കുളമ്പള്ളി. മോർച്ചറി നിർമ്മാണം നടത്തുന്നത് ആരോഗ്യവകുപ്പ് മന്ത്രി ചെയർമാനായുള്ള KHRWS ആണെന്നും നഗരസഭാ ചെയർമാൻ പറഞ്ഞു. കട്ടപ്പനയിൽ പുതുതായി ആരംഭിക്കുന്ന സഹകരണ ആശുപത്രിയെ സഹായിക്കാനാണ് LDF കൌൺസിലർമാർ താലൂക്ക് ആശുപത്രിക്കെതിരെ തിരിഞ്ഞിരിക്കുന്നതെന്നും ജോണി കുളമ്പള്ളി പറഞ്ഞു. സർക്കാർ തലത്തിലുള്ള ഒരു ഹോസ്പിറ്റൽ, താലൂക്ക് ഹോസ്പിറ്റൽ ഇവിടെ നന്നായി പ്രവർത്തിക്കുകയും അതിന്റെ കാര്യങ്ങൾ ശ്രദ്ധിക്കുകയും അതിനാവശ്യമായ കൂടുതൽ സൗകര്യങ്ങൾ ഉണ്ടാക്കി കൊടുക്കുകയും അവിടെ ഡോക്ടർമാരെ പോസ്റ്റ് ചെയ്യുകയൊക്കെ ചെയ്ത് ജനങ്ങളെ സഹായിക്കുന്നതിന് പകരം സഹകരണ ആശുപത്രി വരുന്നതെന്ന് പറഞ്ഞുകൊണ്ട് ഈ താലൂക്ക് ഹോസ്പിറ്റലിൽ എന്തിനാണ് എത്ര ശത്രുതയോടെ കാണുന്നത്? ഇവിടെ സഹകരണ ആശുപത്രി വരുന്നത് വേറെ ചില താല്പര്യങ്ങളാണ്. അതിനകത്ത് കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ ആളുകളാണ് അതിന്റെ ഭാരവാഹികളായിട്ട് നിൽക്കുന്ന ആളുകൾ. CV വർഗീസ് ആണ് അതിന്റെ പ്രസിഡന്റ്. അപ്പോൾ പാർട്ടിയുടെ നേതൃത്വത്തിൽ നടത്തുന്ന ഒരു സഹകരണ ആശുപത്രി ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് സർക്കാർ ആശുപത്രിയെ തരംഗം വയ്ക്കുന്ന പണി അത് ഒട്ടും ശരിയല്ല. അതിന് വേണ്ട നിലയിലുള്ള സഹായം ചെയ്തു കൊടുക്കാൻ വേണ്ടത്. ഞാൻ എത്രയോ തവണ ആരോഗ്യവകുപ്പ് മന്ത്രിയെ പോയി കണ്ട് നിവേദനം കൊടുത്തു, മുഖ്യമന്ത്രിയെ കണ്ട് നിവേദനം കൊടുത്തു, നേരിട്ട് ആരോഗ്യവകുപ്പ് മന്ത്രി ഇവിടെ വന്നപ്പോൾ നേരിട്ട് നിവേദനം കൊടുത്തു, നേരിട്ട് സംസാരിച്ചു. അതെല്ലാം കഴിഞ്ഞിട്ടും ഡോക്ടർമാരെ പോസ്റ്റ് ചെയ്യുന്ന കാര്യത്തിൽ ആരോഗ്യവകുപ്പ് മന്ത്രി താല്പര്യം കാണിക്കുന്നില്ല. എനിക്ക് തോന്നുന്നു ഇതിനകത്ത് പിന്നിൽ എന്തോ കൂടുതലുണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. കാരണം ഈ സഹകരണ ആശുപത്രിയെ സംരക്ഷിക്കാൻ വേണ്ടി താലൂക്ക് ഹോസ്പിറ്റലിൽ നമുക്കറിയാം ഡെയിലി 600-നടുത്ത് OP ടിക്കറ്റുള്ള ഒരു ഹോസ്പിറ്റലാണ്. അപ്പോൾ അവിടെ ആവശ്യത്തിന് ഡോക്ടർമാരുണ്ടാക്കേണ്ട ചുമതല ആരുടെയാണ്? അത് ഭരണകക്ഷിയുടേതാണ്. അത് ഉത്തരവാദിത്തപ്പെട്ട ആരോഗ്യവകുപ്പിന്റെ ചുമതലയുള്ള ആളുകൾക്കാണ് ജോലി. ആ ജോലി ചെയ്യിപ്പിക്കുന്നതിന് പകരം ഒരു താല്പര്യവും കാണിക്കാതെ ഈ ചുമ്മാ ഇല്ലാത്ത കുറ്റങ്ങളെല്ലാം പറഞ്ഞു നടന്ന് ആളുകൾ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതി നല്ലതല്ല. അതിനോട് ശക്തമായ വിയോജിപ്പുണ്ട്. ഒരിക്കലും അത് നല്ല രീതിയല്ലെന്നാണ് എനിക്ക് അഭിപ്രായമുള്ളത്. ഫ്രീസർ മോർച്ചറി നിർമ്മിക്കുന്നതിന് 16 ലക്ഷം രൂപ ഫണ്ട് വകയിരുത്തും മാത്രമാണ് നഗരസഭ ചെയ്തിട്ടുള്ളത്. നിർമ്മാണം നടത്തുന്നത് ആരോഗ്യവകുപ്പ് മന്ത്രി ചെയർമാനായുള്ള KHRWS ആണ്. അഴിമതി നടത്തിയിട്ടുണ്ടെങ്കിൽ അതിന് മറുപടി പറയേണ്ടത് ആരോഗ്യവകുപ്പ് മന്ത്രിയാണെന്നും ജോണി കുളമ്പള്ളി പറഞ്ഞു. LDF കൌൺസിലർമാർ മനഃപൂർവ്വം അഴിമതി ആരോപണവുമായി രംഗത്തെത്തിയിരിക്കുകയാണ്. ഇതിൽ യാതൊരു കഴമ്പുമില്ലെന്ന് ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ തോമസ് മൈക്കിൾ പറഞ്ഞു. കോട്ടയം മെഡിക്കൽ കോളേജിലാണെങ്കിലും ഇടുക്കി ജില്ലാ ആശുപത്രിയിലാണെങ്കിലും മോർച്ചറി പണിതിരിക്കുന്നത് സിംഗിൾ കെട്ടിടമായിട്ടാണ്. അത് ഒറ്റ നിലയിൽ മാത്രമേ ഉള്ളൂ. രണ്ടാം നിലയോ മറ്റ് അനുബന്ധ കെട്ടിടങ്ങളോ അതിനോട് ചേർന്ന് പണിയാൻ പാടില്ലാത്തത് എന്നുള്ള മെഡിക്കൽ എത്തിക്സിലെ നിയമപ്രകാരം ഉള്ളതുകൊണ്ട് തന്നെയാണ് അത് സിംഗിളായിട്ട് പണിയുന്നത്. ഒറ്റ നില പണിയുന്ന കെട്ടിടത്തിന് പില്ലറിന്റെ ആവശ്യമില്ല.
അവിടെ ഉണ്ടാകേണ്ട മുഴുവൻ സൗകര്യങ്ങളും ഫ്രീസർ റൂം, ഡോക്ടേഴ്സ് റൂം, പോസ്റ്റ്മോർട്ടം ചെയ്യുന്നതിനുള്ള സൗകര്യങ്ങൾ, പോലീസുകാർക്ക് കേസ് എഴുതുന്നതിനുള്ള സൗകര്യങ്ങൾ, അങ്ങനെയുള്ള എല്ലാ സൗകര്യങ്ങളോടും കൂടി അതിന്റെ ഇലക്ട്രിഫിക്കേഷനും അതിന്റെ പ്ലംബിംഗും ഉൾപ്പെടെയുള്ള പണികൾ പൂർണ്ണമായും പൂർത്തീകരിച്ച് ടൈലിട്ട് പെയിന്റ് ചെയ്യുന്നവരെയുള്ള ജോലികളുടെ ഡീറ്റെയിൽ ആയിട്ടുള്ള എസ്റ്റിമേറ്റ് ആണ് നമുക്ക് തന്നിട്ടുള്ളത്. ആ എസ്റ്റിമേറ്റ് പ്രകാരം മാത്രമാണ് അവിടെ നിർമ്മാണ പ്രവർത്തനം നടക്കുന്നത്. നൂറുകണക്കിന് ആളുകൾക്ക് ആശ്രയമാകുന്ന കട്ടപ്പനയിലെ താലൂക്ക് ആശുപത്രിയെ തീർക്കാനുള്ള LDFന്റെ ശ്രമം അവസാനിപ്പിക്കണമെന്നും നഗരസഭാ ചെയർമാൻ പറഞ്ഞു. പുറ്റടി ഹോളി ക്രോസ് കോളേജിൽ സ്ഥാപിച്ച വിൻഡ്മിൽ സോളാർ പാനൽ ശൃംഖലയുടെ ഉദ്ഘാടനം നടന്നു. വൈദ്യുതി വകുപ്പ് മന്ത്രി M. മണി ഉദ്ഘാടനം നിർവഹിച്ചു. 10 കിലോവാട്ട് പ്രകൃതി സൗഹൃദ ഊർജ്ജോൽപാദന പദ്ധതികളാണ് പുറ്റടി ഹോളി ക്രോസ് കോളേജിൽ ആരംഭിച്ചത്. 5 കിലോവാട്ട് സോളാർ പാനൽ വഴിയും 5 കിലോവാട്ട് വിൻഡ് മില്ല് വഴിയുമാണ് ഉൽപ്പാദിപ്പിക്കുന്നത്. കോളേജിലേക്ക് ആവശ്യത്തിനുള്ള വൈദ്യുതി ഇതിലൂടെ ഉൽപ്പാദിപ്പിക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് വിദ്യാർത്ഥികളും മാനേജ്മെന്റും. വിദ്യാർത്ഥികളുടെ ശ്രമഫലമായാണ് പദ്ധതി നിർമ്മിച്ചത്. സംസ്ഥാനത്ത് ഏറ്റവും ഫലപ്രദവും ചിലവ് കുറഞ്ഞ രീതിയിൽ നടത്താൻ കഴിയുന്നതും ജലവൈദ്യുത പദ്ധതികളാണെന്നും ചെറുതും വലുതുമായ പദ്ധതികൾ സർക്കാരിന്റെ പദ്ധതിയിലുണ്ടെങ്കിലും ഇവയുടെ സാധ്യതകൾ കുറഞ്ഞു വരികയാണെന്നും ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത വൈദ്യുതി മന്ത്രി M. മണി പറഞ്ഞു. ഏറ്റവും ചെലവ് കുറഞ്ഞ വൈദ്യുതി ജലവൈദ്യുതിയാണ്. അതിന്റെ ചെലവ് തുച്ഛമായ ചെലവേ ഉണ്ടാവുള്ളൂ. ആദ്യം മുടക്കുന്ന പദ്ധതിക്ക് മുടക്കുന്ന പണം കഴിച്ചാൽ ലാഭം നമുക്ക് സ്വാഭാവികമായി മുതൽ കഴിഞ്ഞതിന്റെ ലാഭവും വന്നുകൊണ്ടിരിക്കും. ചെറിയ തോതിലുള്ള ഉത്പാദന ചെലവേ ഉള്ളത് ശരാശരി. അതുകൊണ്ട് തന്നെ അതിനാണ് പ്രാധാന്യം കൊടുക്കുന്നത്. പക്ഷെ അതിനെങ്കിലും സാധ്യതകൾ കുറവാണ്. ഒരു 10-21 പദ്ധതികൾ ഇപ്പം നിർമ്മാണത്തിലുണ്ട്. യോഗത്തിൽ മഹാത്മാഗാന്ധി സർവകലാശാലയിൽ നിന്ന് ടൂറിസം സ്റ്റഡീസിൽ 3ാം റാങ്ക് കരസ്ഥമാക്കിയ അനീത അനിലിനെ അനുമോദിച്ചു. യോഗത്തിൽ കോളേജ് മാനേജർ M. K. സ്കറിയ, പ്രിൻസിപ്പൽ വർക്കി മാത്യു, വണ്ടൻമേട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജാൻസി റജി, ഗ്രാമപഞ്ചായത്ത് അംഗം ജോസ്, ഫാദർ ലിജു ജേക്കബ്, കോളേജ് ചെയർമാൻ സുദീപ് തുടങ്ങിയവർ സംസാരിച്ചു. നെടുങ്കണ്ടം ബ്ലോക്ക് പഞ്ചായത്ത് പരിധിയിലെ തൊഴിലുറപ്പ് പദ്ധതിയിൽ നീർത്തടാധിഷ്ഠിത ആക്ഷൻ പ്ലാൻ സമർപ്പിച്ചത് 2 ഗ്രാമപഞ്ചായത്തുകൾ മാത്രം. നെടുങ്കണ്ടത്ത് ചേർന്ന തൊഴിലുറപ്പ് വിലയിരുത്തൽ യോഗത്തിലാണ് ആരോപണം ഉയർന്നത്. ഹൈറേഞ്ചിന്റെ കാലാവസ്ഥാ വ്യതിയാനത്തെ ഫലപ്രദമായി നേരിടുന്നതിന് ഏറ്റവും അനുയോജ്യമായ കാര്യങ്ങളാണ് നീർത്തടാധിഷ്ഠിത പദ്ധതികളിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നീർച്ചാലുകളുടെ സംരക്ഷണം, മഴക്കുഴി നിർമ്മാണം, കല്ലുകയ്യാലകൾ നിർമ്മിച്ച് മണ്ണൊലിപ്പ് തടയൽ, കാർഷിക മേഖലയുടെ വികസനം തുടങ്ങിയവയാണ് പദ്ധതിയിലൂടെ നടപ്പിലാക്കുന്നത്. ഇതിലൂടെ മണ്ണും മഴവെള്ളവും സംരക്ഷിച്ച് ഹൈറേഞ്ചിന്റെ ആവാസ വ്യവസ്ഥയ്ക്ക് താങ്ങാവുകയും നിരവധി തൊഴിൽ ദിനങ്ങൾ സൃഷ്ടിക്കുകയും കാർഷിക മേഖല അഭിവൃദ്ധിപ്പെടുത്തുകയും ചെയ്യാനാകും. കാലാവസ്ഥാ വ്യതിയാനം ജില്ലയിൽ ഏറ്റവും അധികം അനുഭവപ്പെടുന്ന നെടുങ്കണ്ടം ബ്ലോക്ക് പഞ്ചായത്ത് പരിധിയിലെ പാമ്പാടംപാറ, രാജകുമാരി പഞ്ചായത്തുകൾ മാത്രമാണ് നിലവിൽ ആക്ഷൻ പ്ലാൻ സമർപ്പിച്ച് പദ്ധതി നടപ്പിലാക്കുന്നത്. മറ്റ് 5 ഗ്രാമപഞ്ചായത്തുകളും ആക്ഷൻ പ്ലാൻ ബ്ലോക്ക് പഞ്ചായത്തിൽ സമർപ്പിച്ചിട്ടില്ല. കാർഷിക മേഖലയിൽ താൽപര്യമുള്ളവരെ കണ്ടെത്തി അവരുടെ കൂട്ടായ്മയിലൂടെ പച്ചക്കറി കൃഷി, ആട്, കന്നുകാലി ഫാമുകൾ, കാർഷിക നഴ്സറി തുടങ്ങിയവയുടെ പ്രോത്സാഹനമാണ് ലക്ഷ്യം വെക്കുന്നത്. സംസ്ഥാനത്തിന് മാതൃകാപരമായ പദ്ധതികളാണ് നെടുങ്കണ്ടം ബ്ലോക്ക് പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ തൊഴിലുറപ്പ് പദ്ധതിയിൽ നടപ്പിലാക്കി വരുന്നത്. എന്നാൽ കാർഷിക മേഖലയ്ക്കും പ്രകൃതിക്കും ഏറെ ഗുണകരമാകുന്ന പദ്ധതികൾക്കാവശ്യമായ ആക്ഷൻ പ്ലാനുകൾ കാലാനുസൃതമായി നടപ്പിലാക്കാത്തതിൽ ആക്ഷേപവും ഉയർന്നിട്ടുണ്ട്. ലബഗഡ കുഞ്ചിമല കുടിവെള്ള പദ്ധതി പ്രവർത്തനം തുടങ്ങി. കാഞ്ചിയാർ പഞ്ചായത്ത് പ്രസിഡന്റ് മാത്യു ജോർജ് നവീകരിച്ച കുടിവെള്ള പദ്ധതി ഉദ്ഘാടനം ചെയ്തു. നിലയിൽ നമ്മളുടെ ഒരു കമ്മിറ്റി വളരെ ഫലപ്രദമായി പ്രവർത്തിക്കുന്ന കമ്മിറ്റി ആയിരിക്കണം. പൈസ കൃത്യമായി മേടിക്കണം. വെള്ളമെടുക്കുന്നവരോട് നമ്മൾ കൊടുക്കുന്ന നമ്മൾ കൃത്യമായൊരു മാനദണ്ഡം വെച്ച് കൃത്യമായി ഇതിന്റെ പൈസ വാങ്ങുക. പൈസ വാങ്ങുമ്പം ഈ അറ്റപ്പറ്റ പൈസ മേടിച്ച് തീർക്കുന്ന പരിപാടി വെക്കരുത്. അതുകൊണ്ട് ഒരു പ്രശ്നമെന്ന് പറഞ്ഞാൽ കുറച്ചൊരു പൈസ നമ്മളുടെ ഈ കമ്മിറ്റിയുടെ അക്കൗണ്ടിൽ ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് എന്തെങ്കിലും ഒരു ചെറിയ കാര്യം വന്നൊരു പൈപ്പ് പൊട്ടിപ്പോയി മാറി മേടിച്ചിടണം. കുടിവെള്ളമില്ലാതെ വലഞ്ഞ കുഞ്ചുമല നിവാസികൾക്ക് കാഞ്ചിയാർ പഞ്ചായത്ത് 20 വർഷം മുമ്പാണ് കുടിവെള്ള പദ്ധതി അനുവദിച്ചത്. കുളവും ടാങ്കും പൈപ്പ് ലൈനുമെല്ലാം സ്ഥാപിച്ച് വീടുകളിൽ വെള്ളമെത്തിച്ചിരുന്നു. കാലപ്പഴക്കത്താൽ മോട്ടോറും പൈപ്പുമെല്ലാം നശിച്ചു. ഇതോടെ കുഞ്ചുമല നിവാസികൾക്ക് കുടിവെള്ളം കിട്ടാക്കനിയായി. 2016-2017 വാർഷിക പദ്ധതിയിൽ കാഞ്ചിയാർ പഞ്ചായത്ത് 2.5 ലക്ഷം രൂപ പദ്ധതിയുടെ നവീകരണത്തിനായി അനുവദിച്ചു. നവീകരിച്ച പദ്ധതി ഉദ്ഘാടനം ചെയ്തതോടെ പ്രദേശത്തെ 40ഓളം കുടുംബങ്ങളുടെ കുടിവെള്ള പ്രശ്നത്തിന് പരിഹാരമായി. ഉദ്ഘാടന യോഗത്തിൽ കാഞ്ചിയാർ ഗ്രാമപഞ്ചായത്ത് അംഗം മേഴ്സി ജോസഫ് അധ്യക്ഷയായിരുന്നു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് വിജയകുമാരി ജയകുമാർ, ഗുണഭോക്താക്കൾ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. ES ജിജിമോൾ രചിച്ച വിശുദ്ധ പ്രേതത്തിന്റെ കരങ്ങൾ എന്ന പുസ്തകം പ്രകാശനം ചെയ്തു. നോവലിസ്റ്റ് B. മുരളി പുസ്തകത്തിന്റെ പ്രകാശനം നിർവഹിച്ചു. പത്രപ്രവർത്തകയും എഴുത്തുകാരിയുമായ ചപ്പാത്ത് 4 മൈൽ ഇലവുങ്കൽ ES ജിജിമോളുടെ ആദ്യ നോവലാണ് വിശുദ്ധ പ്രേതത്തിന്റെ കരങ്ങൾ.
പുസ്തകത്തിന്റെ പ്രകാശനം പിരമിഡ് AVG ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് നടന്നത്. യുവകലാസാഹിതി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു പുസ്തക പ്രകാശനം. നോവലിസ്റ്റ് മുരളി, സിനിമാ സംവിധായകൻ വാൾട്ടർ ഡിക്രൂസിന് പുസ്തകം നൽകിയാണ് നോവലിന്റെ പ്രകാശനം നിർവഹിച്ചത്. പ്രേതം എന്നത് തന്നെ നമ്മളുടെ കൺസെപ്റ്റുകളെ എങ്ങനെയാണ് പ്രേതം ഉണ്ടാകുന്നത്? നമുക്ക് അനുചിതമായി ചെയ്യുന്ന ആരും നമുക്ക് പ്രേതമാണ്. അപ്പോൾ നമ്മളാണ് വിഭജിക്കുന്ന നന്മകളെയും തിന്മകളെയും ഒക്കെ നാമാണ് വിഭജിക്കുന്നത്. നാമാണ് തീരുമാനിക്കുന്നത് എന്താണ് നന്മ, എന്താണ് തിന്മ. ആ തിന്മകളുടെയും നന്മയുടെയും അടിസ്ഥാനത്തിലാണ് ഒരു വ്യക്തിയെ അല്ലെങ്കിൽ ഒരു സമൂഹത്തിന്റെ അടിസ്ഥാനപരമായ വിശുദ്ധിയെ തീരുമാനിക്കുന്നത്. എനിക്ക് നന്മയായി തോന്നുന്ന കാര്യം നിങ്ങൾക്ക് നന്മയായി തോന്നണമെന്നില്ല. അപ്പോൾ നന്മ എന്നത് ആപേക്ഷികമായ ഒരു കാര്യമാണ്. പുസ്തക പ്രകാശന ചടങ്ങിൽ ES ബിജിമോൾ MLA അധ്യക്ഷയായിരുന്നു. ഇടുക്കി ജില്ലാ ലൈബ്രറി കൌൺസിൽ പ്രസിഡന്റ് R തിലകൻ, ടെലിവിഷൻ താരം കിഷോർ, ചെറുകിട തോട്ടം തൊഴിലാളി ക്ഷേമനിധി ബോർഡ് ചെയർമാൻ PS രാജൻ, എഴുത്തുകാരി ജാനറ്റ് ആൻഡ്രൂസ്, ജോർജി ജോർജ്, ജോസ് ഫിലിപ്പ്, CS രാജേന്ദ്രൻ, ബാബു പൌലോസ് തുടങ്ങിയവർ സംസാരിച്ചു. ഉപ്പുതറ ടൗണിലെ ഗതാഗത നിയന്ത്രണം പാളി. ഒരു വർഷം മുമ്പ് ഉപ്പുതറ ഗ്രാമപഞ്ചായത്ത് നടപ്പിലാക്കിയ ട്രാഫിക് നിയന്ത്രണമാണ് പരാജയപ്പെട്ടത്. കുടിയേറ്റ കാലത്തെ ആദ്യത്തെ ടൗണാണ് ഉപ്പുതറ. ഈ ടൗൺ ഗതാഗതക്കുരുക്കിനും പേരുകേട്ട സ്ഥലമാണ്. രാവിലെ ആരംഭിക്കുന്ന ഗതാഗതക്കുരുക്ക് രാത്രിയോളം തുടരും. റോഡിന്റെ ഇരുവശങ്ങളിലും നടപ്പാതയിലുമെല്ലാം വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നതാണ് ഗതാഗതക്കുരുക്കിന് കാരണം. ഗതാഗതക്കുരുക്ക് കൊണ്ട് കാൽനടക്കാർക്ക് പോലും ടൗണിലൂടെ നടക്കാൻ കഴിയാത്ത അവസ്ഥയാണ്. ഇതിന് പരിഹാരം കാണാൻ കഴിഞ്ഞ സെപ്റ്റംബറിലാണ് ഉപ്പുതറ പഞ്ചായത്ത് ട്രാഫിക് പരിഷ്കരണം നടപ്പാക്കിയത്. ഇതിനായി 50,000 രൂപയോളം പഞ്ചായത്ത് ചിലവഴിക്കുകയും ചെയ്തു. എന്നാൽ വാഹന പാർക്കിങ്ങിന് സൗകര്യമൊരുക്കാതെയായിരുന്നു ഗതാഗത പരിഷ്കരണം നടത്തിയത്. ടൗണിൽ വാഹനങ്ങൾ പാർക്ക് ചെയ്താൽ പോലീസ് പെറ്റി നൽകാനും തുടങ്ങി. വാഹന പാർക്കിംഗ് സൗകര്യമൊരുക്കാതെ ഗതാഗത പരിഷ്കരണം നടത്തിയതിൽ പ്രതിപക്ഷവും ചില സംഘടനകളും ആരോപണവുമായി രംഗത്ത് വരികയും ചെയ്തു. പിന്നീട് മാസങ്ങൾക്ക് ശേഷം ഉപ്പുതറ ബൈപ്പാസിൽ വാഹന പാർക്കിങ്ങിന് പഞ്ചായത്ത് സൗകര്യമൊരുക്കി. എന്നാൽ ഇവിടെ പാർക്ക് ചെയ്യാതെ ടൗണിൽ തന്നെ വാഹനങ്ങൾ പാർക്ക് ചെയ്യുകയാണ് പതിവ്. ഇതോടെ ഗതാഗത പരിഷ്കരണം പാളുകയും ചെയ്തു. ഏകദേശം ഒരു വർഷം മുമ്പ് പഞ്ചായത്തിന്റെ ഇതിൽ ഭരണപരിഷ്കാരം ഗതാഗത പരിഷ്കാരം കൊണ്ടുവരികയും ആദ്യത്തെ ഒരാഴ്ചയോളം പോലീസ് ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ അതിന് ഗതാഗത കുരുക്കിന് പരിഹാരം കാണുകയും അനധികൃതമായി പാർക്ക് ചെയ്യുന്ന വാഹനങ്ങൾക്ക് പെറ്റിയടിക്കുക ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ ഉണ്ടായിരുന്നു. ഇപ്പോൾ നിലവിൽ വീണ്ടും പഴയ സ്ഥിതിയാണ്. ബൈപ്പാസിൽ പാർക്കിംഗ് സൗകര്യം ഒരുക്കിയിട്ടുണ്ട് എന്ന് പറയുന്നുണ്ടെങ്കിലും യാതൊരുവിധ നടപടിയും ഇപ്പോൾ ഇല്ല. ഇപ്പോഴും ഗതാഗതക്കുരുക്ക് മൂലം ടൗണിൽ നടന്നു പോകാനോ വാഹനങ്ങൾ പാർക്ക് ചെയ്യാനോ പറ്റത്തില്ലാത്ത ഒരു സ്ഥിതിയാണ് ഇപ്പോൾ നിലവിലുള്ളത്. 1.5 ലക്ഷത്തോളം രൂപ ചെലവഴിച്ചിട്ടും ടൗണിലെ ഗതാഗതക്കുരുക്കിന് പരിഹാരമുണ്ടാക്കാൻ അധികൃതർക്ക് കഴിഞ്ഞില്ല. ഇപ്പോൾ ടൗണിൽ ട്രാഫിക് പോലീസ് ഡ്യൂട്ടിയിലുമില്ല. ഇതുമൂലം ടൗണിൽ തലങ്ങും വിലങ്ങുമാണ് വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നത്. അടിയന്തരമായി ഉപ്പുതറ ടൗണിൽ നടപ്പാക്കിയ ട്രാഫിക് പരിഷ്കരണം തുടർന്നുകൊണ്ടുപോകാൻ പഞ്ചായത്ത് അധികൃതരും പോലീസും തയ്യാറാകണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ദേശാഭിമാനി സംഘടിപ്പിക്കുന്ന അറിവരങ്ങ് കാഞ്ചിയാറിൽ നടന്നു. അറിവരങ്ങിന്റെ സമാപന സമ്മേളനം കാഞ്ചിയാർ പഞ്ചായത്ത് പ്രസിഡന്റ് മാത്യു ജോർജ് ഉദ്ഘാടനം ചെയ്തു. ദേശാഭിമാനിയുടെ പ്രാഥമിക രൂപീകരണവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ഇത്തരമൊരു പരിപാടി നമ്മുടെ സംസ്ഥാനത്ത് ആരംഭിച്ചത്. സർഗാത്മക കേരളം സൃഷ്ടിക്കുന്നതിനായി ദേശാഭിമാനി ഒരുക്കുന്ന അറിവരങ്ങിന്റെ പഞ്ചായത്ത് തല മത്സരങ്ങളാണ് കാഞ്ചിയാറിൽ നടന്നത്. 5 വയസ്സു മുതലുള്ള കുട്ടികളുടെ അറിവും സർഗവൈഭവവും സമന്വയിക്കുന്ന മത്സരങ്ങളാണ് സംഘടിപ്പിച്ചത്. ക്വിസ്, കവിതാ ആലാപനം, സംഘഗാനം, നാടൻപാട്ട് എന്നീ ഇനങ്ങളിലായിരുന്നു മത്സരം. മത്സരത്തിന്റെ സമാപന സമ്മേളനത്തിൽ വെച്ച് വിവിധ തുറകളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ചവരെ ആദരിച്ചു. സമാപന സമ്മേളനത്തിൽ കട്ടപ്പന ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സാലി ജോളി അധ്യക്ഷയായിരുന്നു. കാഞ്ചിയാർ രാജൻ, NG മോഹനൻ, KC ബിജു, മോബിൻ മോഹൻ, KP സജി തുടങ്ങിയവർ സംസാരിച്ചു. ISL ഫുട്ബോൾ അടുത്ത സീസണിൽ കൊച്ചി സ്റ്റേഡിയത്തിലെ കാണികൾക്ക് മുമ്പിൽ പന്ത് തട്ടാൻ ഇടുക്കി സ്വദേശിയും ISL പ്ലേയേഴ്സ് ഡ്രാഫ്റ്റിൽ 6 ലക്ഷം രൂപയ്ക്കാണ് കഞ്ഞിക്കുഴി സ്വദേശി അജിത് ശിവനെ കേരള ബ്ലാസ്റ്റേഴ്സ് സ്വന്തമാക്കിയത്. ഇന്ത്യൻ ഫുട്ബോളിലെ ഭാവി വാഗ്ദാനങ്ങളെ കണ്ടെത്താൻ മുഖ്യ പങ്ക് വഹിക്കുന്ന ISL ഫുട്ബോളിൽ ഇനി പന്ത് തട്ടാൻ ഇടുക്കിയുടെ മിടുമിടുക്കൻ അജിത് ശിവനും. ഇന്നലെ നടന്ന ISL പ്ലേയേഴ്സ് ഡ്രാഫ്റ്റിൽ അടിസ്ഥാന വിലയായ 6 ലക്ഷം രൂപയ്ക്കാണ് കേരള ബ്ലാസ്റ്റേഴ്സ് അജിത് ശിവനെ സ്വന്തമാക്കിയത്. ചെറുപ്പം മുതൽക്കേ ഫുട്ബോളിനെ ജീവനായി കണ്ട അജിത്തിന്റെ കഠിന പരിശീലനത്തിന്റെ ഫലം കൂടിയാണ് ഇന്നലെ യാഥാർത്ഥ്യമായത്.
സാമ്പത്തികമായി വളരെയധികം പിന്നോക്കം നിൽക്കുന്ന അജിത് ശിവന്റെ പ്രാഥമിക വിദ്യാഭ്യാസം ഏഴുകമ്പി LP സ്കൂളിലും തുടർന്ന് തിരുവനന്തപുരം അയ്യൻകാളി സ്പോർട്സ് സ്കൂളിലും ബിരുദ വിദ്യാഭ്യാസം മൂവാറ്റുപുഴ നിർമ്മല കോളേജിലും പൂർത്തിയാക്കി. സംസ്ഥാനത്തിനകത്തും പുറത്തുമായി നിരവധി മത്സരങ്ങൾ കളിച്ച അജിത്തിനെ മിക്ക മത്സരങ്ങളിലും മികച്ച പ്ലെയറായി തെരഞ്ഞെടുത്തിട്ടുണ്ട്. റിലയൻസ് നടത്തിയ ടൂർണമെന്റിൽ അജിത് ശിവൻ കളിക്കുകയും വിജയികളായതിനെ തുടർന്ന് നാഷണൽ ലെവലിൽ കളിച്ച് റണ്ണേഴ്സ് അപ്പ് ആവുകയും ചെയ്തു. ഇവിടെ നിന്നാണ് ISL പ്ലേയേഴ്സ് ഡ്രാഫ്റ്റിൽ ഇടം നേടിയത്. ഡ്രാഫ്റ്റ് ലിസ്റ്റിൽ വന്നപ്പോൾ തന്നെ ടീമിലെത്തുമെന്ന് പ്രതീക്ഷിച്ചിരുന്നില്ല. അപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സിൽ തന്നെ എത്തിയതിൽ ഒരുപാട് സന്തോഷമുണ്ട്. സാമ്പത്തികമായി വളരെയധികം പിന്നോക്കം നിൽക്കുന്ന അജിത് ശിവന് ഇതുവരെ കിട്ടിയ ട്രോഫികൾ പോലും സുരക്ഷിതമായി വെക്കുവാനുള്ള സൗകര്യം ഇല്ല എന്നതും വാസ്തവമാണ്. കഠിന പ്രയത്നം ഏതു വലിയ മലയും കീഴടക്കാമെന്നതിനുള്ള ഒരു ഉത്തമ ഉദാഹരണമാണ് അജിത്. കട്ടപ്പന ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ വെച്ച് വനിതാ വ്യവസായ വികസന സെമിനാർ നടത്തി. നടപ്പ് സാമ്പത്തിക വർഷത്തിൽ ബ്ലോക്ക് പഞ്ചായത്ത് നടപ്പിലാക്കുന്ന പദ്ധതികളുടെ ഭാഗമായാണ് സെമിനാർ സംഘടിപ്പിച്ചത്. പ്ലാസ്റ്റിക് നിരോധിക്കുന്നതിന് വേണ്ടിയുള്ള ക്യാരി ബാഗ് നിർമ്മാണം, പേപ്പർ ക്യാരി ബാഗ് നിർമ്മാണം എന്ന് പറയുന്ന ഈ പദ്ധതി വളരെ നല്ല രീതിയിൽ മുമ്പോട്ട് കാലങ്ങളോളം പോകുവാനായിട്ട് നമുക്ക് സാധിക്കും. അത് നമ്മുടെ സമൂഹത്തിന് വളരെ പ്രയോജനകരമായ രീതിയിൽ അത് ഗുണം ചെയ്യുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഈ ലക്ഷ്യങ്ങളൊക്കെ മുമ്പിൽ വെച്ചുകൊണ്ടാണ്, ഇത് മുന്നിൽ കണ്ടുകൊണ്ടാണ് ബ്ലോക്ക് പഞ്ചായത്ത് 2017-18 ഇങ്ങനെ ഒരു പദ്ധതിക്ക് രൂപം കൊടുക്കുകയും അതിന്റെ ഇംപ്ലിമെന്റേഷന്റെ ഭാഗമായിട്ട് നിങ്ങളെ വിളിച്ചു ചേർത്തിരിക്കുന്നത്. മാലിന്യമുക്ത കേരളം പദ്ധതിയുടെ ഭാഗമായി കട്ടപ്പന ബ്ലോക്ക് പഞ്ചായത്ത് 2017-2018 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി നടപ്പിലാക്കുന്ന പേപ്പർ തുണി ക്യാരി ബാഗ് നിർമ്മാണ പദ്ധതിയുടെ നിർവഹണത്തിന് മുന്നോടിയായാണ് വനിതാ സംരംഭകർക്കായി വികസന സെമിനാർ സംഘടിപ്പിച്ചത്. പ്ലാസ്റ്റിക് ക്യാരി ബാഗുകൾക്ക് ബദലായി പേപ്പർ തുണി എന്നിവ ഉപയോഗിച്ച് ക്യാരി ബാഗുകൾ നിർമ്മിക്കുന്ന പദ്ധതി സംബന്ധിച്ച് ഉടുമ്പൻചോല താലൂക്ക് വ്യവസായ വികസന ഓഫീസർ രാജു ജോസഫ്, സിസ്റ്റർ ചൈതന്യ എന്നിവർ ക്ലാസുകൾ നയിച്ചു. യോഗത്തിൽ കട്ടപ്പന ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സാലി ജോളി അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് GG ഫിലിപ്പ്, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ രാജേന്ദ്രൻ മാരിയിൽ, ബ്ലോക്ക് അംഗങ്ങളായ സന്ധ്യ രാജ, കുട്ടിയമ്മ സെബാസ്റ്റ്യൻ, കാഞ്ചിയാർ രാജൻ, രാജേഷ് കുഞ്ഞുമോൾ, സാബു വയലിൽ, ജോബൻ പാനോസ്, സിത്താര ആന്റണി, അമ്പിളി VG, ജോസ്ന ജോബിൻ, കട്ടപ്പന ബ്ലോക്ക് വ്യവസായ വികസന ഓഫീസർ വൈശാഖ്, ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറി PA മുഹമ്മദ് സലീം തുടങ്ങിയവർ പങ്കെടുത്തു. CPM കുമളി ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കുമളി ടൗണിലെ മാലിന്യങ്ങൾ നീക്കം ചെയ്തു. സംസ്ഥാന സർക്കാർ നടപ്പിലാക്കുന്ന ശുചിത്വ കേരള മിഷന്റെ ഭാഗമായാണ് പരിപാടി സംഘടിപ്പിച്ചത്. ശുചിത്വ കേരള മിഷന്റെ ഭാഗമായി സംസ്ഥാനത്തുടനീളം പൊതു റോഡുകളും സിറ്റികളും കുളങ്ങളും കിണറുകളും വൃത്തിയാക്കുകയും വഴിയോരങ്ങളിൽ തണൽ മരങ്ങൾ വെച്ചുപിടിപ്പിക്കുകയും മാലിന്യ നിക്ഷേപത്തിനായി പ്രത്യേക സജ്ജീകരണങ്ങൾ ഒരുക്കുകയും ചെയ്തു വരികയാണ്. ഇതിന്റെ ചുവട് പിടിച്ചാണ് CPMന്റെ നേതൃത്വത്തിൽ ഇത്തരത്തിൽ ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തിയത്. ശുചീകരണ പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനം അഴുത ബ്ലോക്ക് പഞ്ചായത്ത് അംഗം അബ്ദുൾ റസാഖ് നിർവഹിച്ചു. CPM കുമളി ലോക്കൽ സെക്രട്ടറി VI സിംസൺ, അനീഷ് വർഗീസ്, KM സിദ്ദിഖ്, PC രാജൻ, NA വിനോദ് തുടങ്ങിയവർ നേതൃത്വം നൽകി. കട്ടപ്പന പേഴുങ്കവലിൽ സ്ഥാപിച്ച BMSന്റെ കൊടിമരം സാമൂഹ്യ വിരുദ്ധർ നശിപ്പിച്ചു. BMS സ്ഥാപക ദിനത്തോടനുബന്ധിച്ച് സ്ഥാപിച്ച കൊടിമരമാണ് തകർത്തത്. BMS സ്ഥാപക ദിനത്തിൽ പതാക ഉയർത്തുന്നതിനു വേണ്ടിയാണ് കട്ടപ്പന പേഴുങ്കവലിയിൽ കൊടിമരം സ്ഥാപിച്ചത്. എന്നാൽ കൊടിമരം സ്ഥാപിച്ച് അന്നേ ദിവസം രാത്രിയിൽ തന്നെ കൊടിമരം പിഴുതെടുത്ത് കാട്ടിൽ ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു. ഇതിനു മുമ്പും BMSന്റെ കൊടിമരങ്ങൾ സാമൂഹ്യവിരുദ്ധർ നശിപ്പിച്ചിട്ടുണ്ടെന്നും തങ്ങൾ സംയമനം പാലിക്കുന്നതുകൊണ്ടാണ് ഇത് തുടരുന്നതെന്നും ഇനി ഇങ്ങനെ സംഭവിച്ചാൽ ശക്തമായി പ്രതികരിക്കുമെന്നും BMS നേതാക്കൾ പറഞ്ഞു. നല്ല മനസ്സോടുകൂടി പോകുന്നതിന്റെ അടിസ്ഥാനത്തിൽ ചില വിട്ടുവീഴ്ചകളൊക്കെ ഞങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടായതിന്റെ വെളിച്ചത്തിലാണോ ഈ ഇത്രയും ക്രൂരമായ ഈ നടപടി ചെയ്തതെന്ന് വളരെ സംശയം സംഘടനയുടെ ഭാഗത്തും അങ്ങനെ സംശയം വന്നിട്ടുണ്ട്. ഇനി ഈ രീതിയിലുള്ള ഒരു ഞങ്ങൾ ബഹുമാനപ്പെട്ട SI മുന്നാകെ പരാതി ബോധിപ്പിച്ചിട്ടുണ്ട്. SI അദ്ദേഹം വന്ന് എടുത്ത നടപടിയുടെ ഭാഗമായിട്ട് ഞങ്ങൾ വീണ്ടും പതാക കയറ്റുവാൻ തീരുമാനിച്ചിട്ടുണ്ട്. പതാക കയറ്റുകയും ചെയ്യുന്നുണ്ട്. കട്ടപ്പന പോലീസ് സ്ഥലത്തെത്തി മേൽ നടപടികൾ സ്വീകരിച്ചു. BMS മുനിസിപ്പൽ സെക്രട്ടറി PP ഷാജി, ജോയിന്റ് സെക്രട്ടറി ജയദേവൻ, സിനീഷ്, ശ്രീകുമാർ, PN പ്രസാദ് തുടങ്ങിയവർ സ്ഥലം സന്ദർശിച്ചു. തുടർന്ന് കൊടിമരം പുനഃസ്ഥാപിക്കുകയും ചെയ്തു. കൊച്ചി ധനുഷ്കോടി ദേശീയപാത വികസനത്തിനായുള്ള ആലോചനാ യോഗം കൂടി. ദേവികുളം MLA S രാജേന്ദ്രന്റെ അധ്യക്ഷതയിൽ കൂടിയ യോഗത്തിൽ സംയുക്ത രാഷ്ട്രീയ നേതാക്കളും വ്യാപാരികളും പങ്കെടുത്തു. ദേശീയപാത വികസനവുമായി ബന്ധപ്പെട്ട പണികൾ അടുത്ത മാസം 6-ന് മൂന്നാർ ടൗണിൽ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി G സുധാകരൻ നിർവഹിക്കും. ദേശീയപാത 85 കൊച്ചി ധനുഷ്കോടി പാതയിലെ മൂന്നാർ മുതൽ ബോഡിമെട്ട് വരെയുള്ള 41.78 കിലോമീറ്റർ ദൂരം വരെയുള്ള പണികളാണ് ആരംഭിക്കുന്നത്. 10 മീറ്റർ വീതിയിൽ പണിയുന്ന റോഡിന്റെ സർവേ നടപടികൾ അവസാന ഘട്ടത്തിലാണ്. ഇതിനിടയ്ക്കുള്ള 15.5 കിലോമീറ്റർ ദൂരം റിട്ടേണിംഗ് വോൾ പണിയും. നിർദ്ദിഷ്ട പാതയിൽ 124 കലുങ്കുകളും 2 പാലങ്ങളും ഉൾപ്പെടും. 900 മീറ്റർ ദൂരം പാറകൾ നിറഞ്ഞതും കടുപ്പമേറിയതുമാണ്. പദ്ധതിയുടെ ആകെ ചെലവ് 380
2.76 കോടി രൂപയാണ്. ഇതിൽ 298 കോടി രൂപയും കേന്ദ്ര സർക്കാർ ചെലവഴിക്കുമ്പോൾ ബാക്കി തുക ചെലവഴിക്കുന്നത് സംസ്ഥാന സർക്കാരാണ്. പണികൾക്ക് മുന്നോടിയായുള്ള ആലോചനാ യോഗം മൂന്നാർ പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ ദേവികുളം MLAയുടെ നേതൃത്വത്തിൽ നടന്നു. സംസ്ഥാന മന്ത്രി തന്നെ പണികൾക്ക് നേരിട്ട് മേൽനോട്ടം വഹിക്കും. പദ്ധതി കാലാവധി 24 മാസം കൊണ്ട് പൂർത്തിയാക്കാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിലും 18 മാസം കൊണ്ട് പണികൾ പൂർത്തിയാക്കാനാണ് ആലോചന. പറഞ്ഞപോലെ മന്ത്രി ഉദ്ഘാടനം എത്തും. അതിന് നമുക്ക് സ്വാഗത സംഘം രൂപീകരിക്കണം. അപ്പോൾ ഓരോ സ്പോൺസറും 388 കോടി രൂപയ്ക്ക് നമുക്ക് അന്തർ സംസ്ഥാന പാത കൂടിയായ ഈ പാതയിൽ പണികൾ ആരംഭിക്കുന്ന മുറയ്ക്ക് ഗതാഗതത്തിന് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തും. രാവിലെ 8 മണി മുതൽ 8 വരെയായിരിക്കും നിയന്ത്രണം. യോഗത്തിൽ പഞ്ചായത്ത് പ്രതിനിധികൾ, രാഷ്ട്രീയ നേതാക്കൾ, വ്യാപാരികൾ തുടങ്ങിയവർ പങ്കെടുത്തു. ആദിവാസി വീട്ടമ്മയ്ക്ക് ശ്രമദാനമായി വീട് നിർമ്മിച്ചു നൽകി യുവജനങ്ങൾ മാതൃകയായി. AYF വളകോട് മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് കണ്ണമ്പടി തേക്കുതോട്ടം കുറുപ്പത്ത് ചെല്ലമ്മ കരിമ്പിന് വീട് വെച്ച് നൽകിയത്. 2014-2015 വർഷത്തിലാണ് കട്ടപ്പന ബ്ലോക്ക് പഞ്ചായത്ത് കണ്ണമ്പടി തേക്കുതോട്ടം കുറുപ്പത്ത് ചെല്ലമ്മ കരിമ്പന് ഭവന നിർമ്മാണ പദ്ധതിയിൽ ധനസഹായം അനുവദിച്ചത്. ആദ്യ ഗഡുവായ 17,000 രൂപ കൈപ്പറ്റുകയും ചെയ്തു. എന്നാൽ വിധവയായ ആദിവാസി വീട്ടമ്മയ്ക്ക് വീട് നിർമ്മിക്കാനായില്ല. ഓഗസ്റ്റ് 31 മുമ്പായി വീടുപണി പൂർത്തിയാക്കിയില്ലെങ്കിൽ കൈപ്പറ്റിയ പണം തിരികെ അടയ്ക്കണമെന്നാവശ്യപ്പെട്ട് ചെല്ലമ്മ കരിമ്പന് നോട്ടീസ് കിട്ടുകയും ചെയ്തു. ഏറെ താഴ്ചയുള്ള പ്രദേശത്താണ് ചെല്ലമ്മയുടെ വീട്. അതിനാൽ വീട് നിർമ്മിക്കുന്നതിനാവശ്യമായ സാധനങ്ങൾ ചുമന്ന് സ്ഥലത്തെത്തിക്കണമെങ്കിൽ തന്നെ 3 ലക്ഷം രൂപയെങ്കിലും വേണ്ടിവരും. കൈപ്പറ്റിയ പണം തിരികെ അടയ്ക്കാൻ ഇതോടെ ചെല്ലമ്മ തയ്യാറായി. ഇതിനിടെയാണ് കട്ടപ്പന ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ആശ ആന്റണി പ്രശ്നത്തിൽ ഇടപെട്ടത്. ഈ വീട് ഒരു തരത്തിലും അവർക്ക് പണിയാൻ പറ്റിയാലാത്തൊരവസ്ഥയിൽ നിന്നും ഒരു 2 മുറി, ഒരു ഹാള്, ഒരു അടുക്കള, ഒരു സിറ്റ് ഔട്ട്, ഒരു വർക്ക് ഏരിയ എന്ന അവരുടെ ഒരു സ്വപ്നത്തിലേക്ക് ഞങ്ങൾക്ക് കൊണ്ടുവരാൻ സാധിച്ചത് AYFന്റെ ശ്രമദാനവും ഫലപ്രദമായ നടപടിയും കൊണ്ടുമാണ്. ഒറ്റയ്ക്ക് താമസിക്കുന്ന ആദിവാസി വീട്ടമ്മയെ സഹായിക്കാൻ AYF വളകോട് മേഖലാ കമ്മിറ്റി തയ്യാറായി. വീട് പണിയുന്ന സ്ഥലത്തിന്റെ 1 കിലോമീറ്റർ ദൂരെ മാത്രമേ സാധനങ്ങൾ എത്തൂ. ഈ സാധനങ്ങൾ മുഴുവൻ യുവതി യുവാക്കൾ ചുമന്ന് സൈറ്റിലെത്തിച്ചു. സൗജന്യ നിരക്കിൽ വീട് നിർമ്മിച്ചു നൽകാനും ഇവർ തയ്യാറായി. ഈ ഫണ്ട് റീഫണ്ട് ചെയ്യുന്നു, എനിക്ക് പെരപണി പറ്റില്ല എന്ന് പറഞ്ഞ് ബ്ലോക്ക് മെമ്പറെ സമീപിച്ചപ്പോൾ ബ്ലോക്ക് മെമ്പർ പറഞ്ഞു ഞങ്ങൾ നോക്കട്ടെ, വല്ല ശ്രമദാനമൊക്കെ നടത്തി എങ്ങനെയെങ്കിലും ആ പണി ചെയ്തു തരാമെന്ന് പറയുകയും 2 മേസ്ത്രിമാരെ അതിന് കോൺട്രാക്ട് കൊടുക്കുകയും ശ്രമദാനമായിട്ട് AYFന്റെ നേതൃത്വത്തിൽ ശ്രമദാനമായിട്ട് അവരുടെ സാധനങ്ങൾ ചുമന്നെത്തിച്ചു കൊടുക്കാമെന്നുള്ള ഉറപ്പും കൊടുത്തു. മുറി, അടുക്കള, ഹാൾ, സിറ്റ് ഔട്ട്, വർക്ക് ഏരിയ ഉൾപ്പെടെയുള്ള വീടാണ് നിർമ്മിച്ചു നൽകുന്നത്. ഉപ്പുതറ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷീബ സത്യനാഥിന്റെയും കട്ടപ്പന ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ആശ ആന്റണിയുടെയും നേതൃത്വത്തിലാണ് ശ്രമദാനം നടത്തിയത്. ഇനിയും 2 പേർക്ക് കൂടി ശ്രമദാനമായി വീട് വെച്ച് നൽകാൻ ഒരുങ്ങുകയാണ് AYF വളകോട് മേഖലാ കമ്മിറ്റി പ്രവർത്തകർ. പൂപ്പാറ MG UP സ്കൂളിൽ കുട്ടികൾക്ക് കർക്കിടക കഞ്ഞി വിതരണം ചെയ്തു. ആയുർവേദത്തിന്റെ പ്രാധാന്യം പുതിയ തലമുറയ്ക്ക് പകർന്നു നൽകാനും പകർച്ചപ്പനിയെ പ്രതിരോധിക്കാനുമാണ് കർക്കിടക കഞ്ഞി വിതരണം ചെയ്തത്. ആയുർവേദ ചികിത്സകൾക്ക് ഏറ്റവും ഫലപ്രദമായ മലയാള മാസമാണ് കർക്കിടകം. അതുകൊണ്ട് തന്നെ ഉഴിച്ചിലും പിഴിച്ചിലും അടക്കമുള്ള ആയുർവേദ ചികിത്സയ്ക്ക് കർക്കിടക മാസത്തിൽ വലിയ തിരക്കാണ്. കർക്കിടകത്തിലെ കനത്ത മഴയിൽ പകർച്ചവ്യാധികളും ജലജന്യ രോഗങ്ങളും പടർന്നുപിടിക്കുന്ന സാഹചര്യത്തിൽ ആയുർവേദ മരുന്നുകളുടെ കൂട്ടുകൾ ചേർത്തുണ്ടാക്കുന്ന കർക്കിടക കഞ്ഞി കഴിക്കുന്നതിനും വളരെ പ്രാധാന്യമുണ്ട്. കർക്കിടക കഞ്ഞി എന്നറിയപ്പെടുന്ന ഔഷധക്കഞ്ഞി സേവ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുകയും രോഗങ്ങൾ വരാതിരിക്കുന്നതിനും ആരോഗ്യം നിലനിർത്തുന്നതിനും ഫലപ്രദമാണ്. ഇതേക്കുറിച്ചുള്ള അറിവുകൾ പുതിയ തലമുറയ്ക്ക് പകർന്നു നൽകുക എന്ന ലക്ഷ്യത്തോടെയാണ് സ്കൂളിലെ കുട്ടികൾക്ക് കർക്കിടക കഞ്ഞി വിതരണം ചെയ്തത്. സ്കൂളിൽ നടന്ന പരിപാടിയിൽ രാജകുമാരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PT എൽദോ ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ മാനേജർ ഫാദർ ജോസഫ് പാറക്കടവിൽ, അസിസ്റ്റന്റ് മാനേജർ ഫാദർ ആന്റണി കരന്തരയ്ക്കൽ, പ്രധാന അധ്യാപിക മേരിക്കുട്ടി മാത്യു, PTA പ്രസിഡന്റ് ബിനു കാരിക്കത്തൊട്ടി, MBTA പ്രസിഡന്റ് ഷൈനി സിബി എന്നിവർ പങ്കെടുത്തു. ഇനി നേർക്കാഴ്ചയിലേക്ക്. നേർക്കാഴ്ച നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് Express your love with golden moments. KG's Jewelry. In association with ലഡു, ജിലേബി, ബേക്കറി ഐറ്റംസ് അത് എന്നതായാലും മൈ കൊച്ചിൻ. ജില്ലയിലെ ഏറ്റവും വലിയ ബേക്കറി മൈ കൊച്ചിൻ. ബേക്കറി, സൂപ്പർ മാർക്കറ്റ്, ഐസ്ക്രീം പാർലർ ആൻഡ് കോഫി കഫേ. ദ ടേസ്റ്റ് ഓഫ് ഗുഡ്നസ്. മൈ കൊച്ചിൻ, സെൻട്രൽ ജംഗ്ഷൻ, കട്ടപ്പന. കട്ടപ്പന ഗവൺമെന്റ് കോളേജിലെ വിദ്യാർത്ഥികൾ തയ്യാറാക്കിയ ദി ലാസ്റ്റ് വിഷ് എന്ന ഹ്രസ്വചിത്രം ശ്രദ്ധേയമാകുന്നു. ലഹരിക്കെതിരെയുള്ള പ്രമേയവുമായി എത്തിയ ചിത്രത്തിന് യൂട്യൂബിൽ മികച്ച പ്രതികരണമാണ് ലഭിക്കുന്നത്. നേർക്കാഴ്ചയിലേക്ക്. ദ ലാസ്റ്റ് വിഷ്
കട്ടപ്പന ഗവൺമെന്റ് കോളേജ് വിദ്യാർത്ഥികളുടെ സ്വന്തം സിനിമ. യൗവനത്തിന്റെ ചോരത്തിളപ്പിൽ 3 കൂട്ടുകാർ സ്വയം വരുത്തിവെക്കുന്ന ദുരന്തമാണ് ലാസ്റ്റ് വിഷിന്റെ പ്രമേയം. കഞ്ചാവിന്റെ ലഹരി ആസ്വദിച്ച മൂവർ സംഘത്തിന് നഷ്ടമായത് ഒപ്പമുണ്ടായിരുന്ന ആത്മാർത്ഥ സുഹൃത്തിനെ. ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടത് അവനെ, ഞങ്ങളുടെ ശങ്കരനെ. അവന് പകരം അമ്മയ്ക്ക് കൊടുക്കാൻ ഞങ്ങളുടെ കയ്യിൽ ഒന്നുമില്ല. ഇന്നിവിടെ നമ്മുടെ നാട്ടില് ചെറിയ കുട്ടികൾ മുതൽ വലിയവർ വരെ ഞങ്ങൾ ചെയ്ത തെറ്റ് ചെയ്യുന്നുണ്ട്. കട്ടപ്പന ഗവൺമെന്റ് കോളേജിലെ BA എക്കണോമിക്സ് വിദ്യാർത്ഥി ജിഷ്ണു ജയ്ദീപാണ് ഹ്രസ്വചിത്രത്തിന് കഥയെഴുതി സംവിധാനം ചെയ്തത്. അങ്ങനെ ഇന്നത്തെ സമൂഹത്തിലെ വിദ്യാർത്ഥികൾ അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയൊരു പ്രശ്നമാണ് ലഹരി വസ്തുക്കളുടെ ഉപയോഗം. അത് വിദ്യാർത്ഥികൾ ആ ഒരു ലെവലിൽ, അതായത് വിദ്യാഭ്യാസ കാലഘട്ടത്തിൽ തന്നെ ഇതിനെതിരെ ഒരു നല്ല രീതിയിലുള്ളൊരു ക്യാമ്പയിൻ എടുക്കുകയാണെങ്കിൽ വരും തലമുറയെ നമുക്ക് ലഹരിയിൽ നിന്ന് മാറ്റി നിർത്താൻ സാധിക്കും. അങ്ങനെ ഒരു തീം വെച്ചിട്ടാണ് ഞങ്ങൾ ചെയ്തിരിക്കുന്നത്. കട്ടപ്പന ഗവൺമെന്റ് കോളേജും പരിസരവുമായിരുന്നു ചിത്രീകരണ മേഖലകൾ. 1 മാസം കൊണ്ട് ചിത്രീകരണം പൂർത്തിയായി. 50,000 രൂപയോളം ചെലവഴിച്ചു. ജിഷ്ണുവിന്റെ സുഹൃത്ത് റോയി തോമസ് ആണ് നിർമ്മാണ ചെലവ് നിർവഹിച്ചത്. മോനെ, നീ പോകുന്നതിന് മുമ്പേ ഈ കോഴി ആ കൂട്ടിലോട്ടൊന്ന് പിടിച്ചിട്ടേക്കണേ. നീ എണീറ്റില്ലേ? അമ്മ ഇറങ്ങുവാ. ഇന്ന് തങ്കമ്മ ചേച്ചിയുടെ എവിടെയാ പണി? കുറെ നടക്കാനുണ്ട്. നേരത്തെ ഒരുങ്ങി കോളേജിൽ പോ. നീ വീട് പൂട്ടിട്ട് താക്കോല അരകലിന്റെ ജോലി വെച്ചേക്കണേ. ഇതിലും നല്ലത് പൂട്ടായിരിക്കുന്ന. അതിനെടാ, എന്നാണേലും അമ്മയെ പറഞ്ഞത് 10 വടപ്ര കേട്ടിട്ടുണ്ട്. പിന്നെന്തിനാ ഇത് പൂട്ടുന്നേ? കോളേജിലെ മുൻ അധ്യാപകൻ യാക്കൂബ് തോമസിന്റെ മാർഗനിർദ്ദേശങ്ങൾ കൂട്ടായ്മയ്ക്ക് കരുത്തായി. അഭിനേതാക്കളും സാങ്കേതിക പ്രവർത്തകരുമെല്ലാം കോളേജിലെ വിദ്യാർത്ഥികൾ തന്നെയായിരുന്നു. പ്രമേയത്തിന്റെ സമകാലിക പ്രാധാന്യവും അഭിനേതാക്കളുടെ പ്രകടനവും മറ്റ് സാങ്കേതിക മേഖലകളിലെ മികവും എല്ലാം ഈ ഹ്രസ്വചിത്രത്തെ വേറിട്ടതാക്കുന്നു. ഒരു നിമിഷത്തെ ആനന്ദത്തിനു വേണ്ടി പേനാമഷിയെ പോലും ഒരു ലഹരി പദാർത്ഥമാക്കി മാറ്റുന്ന വിദ്യാർത്ഥികൾ നമുക്ക് ചുറ്റുമുണ്ട്. ലഹരി ഉപയോഗത്തിന്റെ ദൂഷ്യവശങ്ങൾ മനസ്സിലാക്കി അതിനെതിരെ പോരാടി പുതിയൊരു സമൂഹത്തിന്റെ വാർത്തെടുപ്പിനു വേണ്ടി നിങ്ങളെ പ്രാപ്തരാക്കുവാൻ ഈ സെമിനാർ കൊണ്ട് കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ സെമിനാറിന്റെ ഔദ്യോഗികമായ ഉദ്ഘാടനം നിർവഹിച്ചതായി പ്രഖ്യാപിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി. നേർക്കാഴ്ച നിങ്ങൾക്കായി അവതരിപ്പിച്ചത് KG's ജ്വല്ലറി, കോട്ടയം കട, കട്ടപ്പന, തൊടുപുഴ, അടിമാലി, നെടുങ്കണ്ടം, ചെറുതോണി. ഇൻ അസോസിയേഷൻ വിത്ത് ജില്ലയിൽ ആദ്യമായി മൈ കൊച്ചിൻ അവതരിപ്പിക്കുന്നു ലൈവ് ഐസിംഗ്. 1 മിനിറ്റിനുള്ളിൽ ബർത്ത്ഡേ കേക്കുകൾ. വിലക്കുറവിന്റെ വിസ്മയവുമായി സൂപ്പർ മാർക്കറ്റ്. റെഗുലർ കസ്റ്റമേഴ്സിനായി പ്രിവിലേജ് കാർഡുകൾ. മൈ കൊച്ചിൻ അതൊരു സംഭവമാണ് കേട്ടോ. ഇനി കമ്പോളം. കമ്പോളം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് KG's ജ്വല്ലറി, കോട്ടയം കട, കട്ടപ്പന, തൊടുപുഴ, അടിമാലി, നെടുങ്കണ്ടം, ചെറുതോണി. പുറ്റടി സ്പൈസസ് പാർക്കിൽ നടന്ന ഇടുക്കി ഡിസ്ട്രിക്ട് ട്രഡീഷണൽ കാടമം ഏലക്കല്ലലൂരം ആകെ റോട്ട് 187, വിൽപ്പനയ്ക്ക് വന്നത് 28,892, വിൽപ്പന നടന്നത് 28,397, കൂടിയ വില 1,255, ശരാശരി വില 1,017. കട്ടപ്പന കമ്പോളം കുരുമുളക് കിലോഗ്രാമിന് 465, ഏലം കൂടിയത് 1,080, ഏലം ശരാശരി 980, കാപ്പിപ്പരിപ്പ് 120, ഗ്രാമ്പു 600, കൊക്കോ 32, റബ്ബർ 190. സ്വർണം വെള്ളി വിപണി. സ്വർണം ഗ്രാമിന് 2,660, വെള്ളി 60. കമ്പോളം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് KG's ജ്വല്ലറി, കോട്ടയം കട, കട്ടപ്പന, തൊടുപുഴ, അടിമാലി, നെടുങ്കണ്ടം, ചെറുതോണി. പ്രധാന വാർത്തകൾ വീണ്ടും. HCN പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പ്യൂമ, ബുള്ളറ്റ്, നൈക്ക്, ലീ കൂപ്പർ, അഡിദാസ്, ഫില, ബ്രാവോ, ഡോക്കന്മാർ, സ്പാർക്സ്, ബാറ്റ തുടങ്ങിയ ലോകോത്തര കമ്പനികളുടെ ചെരുപ്പുകൾ, ഷൂസുകൾ, പ്രമുഖ കമ്പനികളുടെ ബാഗുകൾ, ട്രോളികൾ. ഗ്രൗണ്ട് ബൂസ് നിയർ പോലീസ് സ്റ്റേഷൻ, SN ബിൽഡിംഗ്, കട്ടപ്പന. കട്ടപ്പന ടൗണിലെ വേസ്റ്റ് ബിന്നുകൾ നഗരസഭ എടുത്തുമാറ്റി. വഴിയോരങ്ങളിൽ മാലിന്യം നിറയുന്നു. പൊതുസ്ഥലങ്ങളിൽ മാലിന്യം തള്ളുന്നവർക്കെതിരെ കർശന നടപടിയെന്ന് നഗരസഭ. ആനയിറങ്കൽ മേഖലയിൽ കുങ്കിയാനകൾ പണി തുടങ്ങി. ശങ്കരപാണ്ഡിമേട്ടിൽ ഭീതി പരത്തിയ കാട്ടാനക്കൂട്ടത്തെ കുങ്കിയാനകൾ തുരത്തി ഓടിച്ചു. ഉപ്പുതറ കണ്ണമ്പടി നിവാസികളുടെ യാത്രാ ദുരിതത്തിന് പരിഹാരമായില്ല. കണ്ണമ്പടി കുടിയിലെ ആദിവാസികൾ യാത്ര ചെയ്യുന്നത് ദുർഘടപാതയിലൂടെ.
കൊട്ടാരക്കര ദിണ്ടുഗൽ ദേശീയപാതയിൽ കുമളി അതിർത്തിയിലെ ചെക്ക് പോസ്റ്റിന്റെ പ്രവർത്തനം എക്സൈസ് വകുപ്പ് ഏറ്റെടുത്തു. നടപടി ജില്ലാ കളക്ടറുടെ ഉത്തരവിനെ തുടർന്ന്. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.